മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിർവഹണത്തിൽ മലപ്പുറം ജില്ലയെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്ന തരത്തിൽ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രവർത്തിക്കണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബ്ബാർ ഹാജി പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടപ്പാക്കൽ കാര്യക്ഷമമായി മുന്നേറുന്നുണ്ടെങ്കിലും നിലവിലുള്ള പുരോഗതിയെ വിലയിരുത്തുകയും പ്രവർത്തനത്തിലെ പോരായ്മകൾ പരിഹരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ജില്ലയിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, കുളങ്ങൾ പുതുക്കിപ്പണിയൽ, തോടുകൾ ശുചീകരിക്കൽ, കാർഷികാനുബന്ധ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പദ്ധതിയുടെ മുഖ്യ പങ്കുണ്ട്. പ്രകൃതി വിഭവ സംരക്ഷണവും കാർഷികോൽപാദന വർധനയും ലക്ഷ്യമാക്കി കൂടുതൽ ദീർഘകാല പ്രയോജനമുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ജില്ലയിൽ 2024-25 സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളെ ആദരിച്ചു. ജില്ലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയത് എടപ്പാൾ, എടപ്പറ്റ, ചെറുക്കാവ് ഗ്രാമപഞ്ചായത്തുകളും കൊണ്ടോട്ടി, പൊന്നാനി, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തുകളുമാണ്. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലയുടെ ഭൂമി ശാസ്ത്രപരമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് മികച്ച പ്രവർത്തികൾ നടപ്പാക്കണമെന്ന് ജില്ലാ കളക്ടറും ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്ററുമായ ഡോക്ടർ വിനയ് ഗോയൽ നിർദ്ദേശിച്ചു. ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി മേനോൻ സ്വാഗതവും ജില്ലാ ITP റീന നന്ദിയും പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഏറ്റെടുത്ത് നടപ്പാക്കിയ പ്രവർത്തികളെ സംബന്ധിച്ച് മികച്ച രീതിയിൽ ഡോക്യുമെന്ററി തയ്യാറാക്കിയതും മികച്ച വിജയഗാഥകൾ തയ്യാറാക്കിയതുമായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളായ ഒഴൂർ, മമ്പാട്, നന്നമ്പ്ര, തൃപ്രങ്ങോട്, പള്ളിക്കൽ, ഊർങ്ങാട്ടിരി, തേഞ്ഞിപ്പലം, കാവനൂർ, കൂട്ടിലങ്ങാടി എന്നീ ഗ്രാമപഞ്ചായത്തുകളെയും ആദരിച്ചു. കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PKC അബ്ദുറഹ്മാൻ, പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R ഗായത്രി, ചെറുക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ആലുങ്ങൽ, എടപ്പറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് ചാലിൽ മുഹമ്മദ് ബാബു, എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CA ബുഷ്ര, ജില്ലാ ക്വാളിറ്റി മോണിറ്റർമാർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. 15 വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു. 15 വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു. 15 വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ്. ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ. ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത്? പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം. ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, വളാഞ്ചേരി.